പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാട്ടുണ്ട് എന്നുള്ള ആ ഒരു പ്രയോഗം വരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ പറയാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് V3 അഥവാ വെർബിന്റെ മൂന്നാമത്തെ രൂപം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇനി പ്ലൂറൽ സബ്ജക്റ്റിനോട് കൂടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹാവ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ സിംഗുലർ സബ്ജക്റ്റിനോട് കൂടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹാസ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം എന്നുള്ളതാണ്. നോക്കൂ, യു ഹാവ് കുക്ക്ഡ് ബിരിയാണി. യു ഹാവ് കുക്ക്ഡ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിനെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കാൻ പഠിച്ചത്? ഹാവിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കല്ലേ? യു ഹാവ് നോട്ട് കുക്ക്ഡ് ബിരിയാണി. ഇതിനെ നമ്മൾ ഒന്നുകൂടി ഷോർട്ട് ആക്കാനും പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ്? ഹാവ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് എഴുതാം? ഹാവിൻ്റെ എന്ന് എഴുതാം അല്ലേ? യു ഹാവിൻറ്റ് കുക്ക്ഡ് ബിരിയാണി. ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് ഫോം. യു ഹാവ് കുക്ക്ഡ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. യു ഹാവിൻറ്റ് കുക്ക്ഡ് ബിരിയാണി, നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. ഹാവിനോട് കൂടിയിട്ട് നോട്ട് ചേർത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹാവിൻ്റെ എന്നാക്കി മാറ്റി അല്ലേ? ഹാവ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഹാവിൻ്റെ എന്നാക്കി മാറ്റി. യു ഹാവിൻറ്റ് കുക്ക്ഡ് ബിരിയാണി, നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഹാവിൻ്റെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. സബ്ജക്റ്റിൻ്റെയും അപ്പുറത്തേക്ക് സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് ഹാവിൻ്റെ കൊണ്ടുവരിക. ഹാവിൻ്റെയോ കുക്ക്ഡ് ബിരിയാണി, ഹാവിൻ്റെയോ കുക്ക്ഡ് ബിരിയാണി, നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ, നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. എന്താണ് ചെയ്തത്? ഹാവിൻ്റെ നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ഹാവിൻ്റെയോ കുക്ക്ഡ് ബിരിയാണി, നിങ്ങൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ എന്നുള്ള നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റി അല്ലേ? വെരി സിമ്പിൾ അല്ലേ സംഗതി? ഇനി നോക്കൂ അടുത്തൊരു ഉദാഹരണം. നോക്കൂ, ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. അവള് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത്? ഷീ എന്നുള്ള സബ്ജക്റ്റ് സിംഗുലർ ആയത് കൊണ്ടാണ് ഹാസ് വന്നത് അല്ലേ? ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബാണ് വരില്ലേ? ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ യു ഹാവ് കുക്ക്ഡ് ബിരിയാണി എന്നാണ് വന്നത്. യു എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ ഹാവ് വന്നു. ഷീ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാസ് വന്നു. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി, അവള് ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ നെഗറ്റീവ് ആക്കുക? ഹാസിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. ഷീ ഹാസ് നോട്ട് കുക്ക്ഡ് ബിരിയാണി. ഈ ഹാസ് നോട്ടിനെ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഹാസിൻ്റെ എന്ന് എഴുതാം അല്ലേ? ഷീ ഹാസിൻ്റെ കുക്ക്ഡ് ബിരിയാണി, അവള് ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. ഷീ ഹാസ് കുക്ക്ഡ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. ഷീ ഹാസിൻറ്റ് കുക്ക്ഡ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നെഗറ്റീവ് ആക്കി എന്നുള്ളതാണ്. ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാസിൻ്റെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുന്നു. ഹാസിൻറ്റ് ഷീ കുക്ക്ഡ് ബിരിയാണി, ഹാസിൻറ്റ് ഷീ കുക്ക്ഡ് ബിരിയാണി, അവള് ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ, അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ എന്നുള്ള ഒരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഹാസിൻറ്റ് ഷീ കുക്ക്ഡ് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്തിട്ടില്ലേ. അടുത്ത് നോക്കൂ, ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? ഹാവിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. ദേ ഹാവ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ്. ഇതിനൊന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദേ ഹാവിൻറ്റ് പ്ലേഡ് ക്രിക്കറ്റ്. ദേ ഹാവിൻറ്റ് പ്ലേഡ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ദേ ഹാവിൻറ്റ് പ്ലേഡ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നും നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഹാവിൻ്റെ സെന്റൻസിന്റെ അകത്തിലോട്ട് കൊണ്ടുവരിക. ഹാവിൻറ്റ് ദേ പ്ലേഡ് ക്രിക്കറ്റ്, ഹാവിൻറ്റ് ദേ പ്ലേഡ് ക്രിക്കറ്റ്,
അവര് ക്രിക്കറ്റ് കളിച്ചിട്ടില്ലേ? ഹാവിൻഡ് ദേ പ്ലേഡ് ക്രിക്കറ്റ്? അവര് ക്രിക്കറ്റ് കളിച്ചിട്ടില്ലേ? ഇവിടെ നോക്കൂ, ഹി എന്ന സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ ഹാസ് ആണ് വന്നത് കേട്ടോ. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇതിന്റെ നെഗറ്റീവ് ഫോം എങ്ങനെയാണ്? ഹാസിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. ഹി ഹാസ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ്. ഹി ഹാസ് നോട്ടിനെ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഹാസിൻഡ് എന്ന് എഴുതാം അല്ലേ? ഹി ഹാസിൻഡ് പ്ലേഡ് ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഹി ഹാസിൻഡ് പ്ലേഡ് ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. എന്നിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്നും നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഹാസിൻഡിനെ സെന്റൻസിന്റെ അകത്തിലോട്ട് കൊണ്ടുവരിക. ഹാസിൻഡ് ഹി പ്ലേഡ് ക്രിക്കറ്റ്? ഹാസിൻഡ് ഹി പ്ലേഡ് ക്രിക്കറ്റ്? അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടില്ലേ? അവന് ക്രിക്കറ്റ് കളിച്ചിട്ടില്ലേ എന്നുള്ള നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി മാറിയില്ലേ? ഓക്കെ, ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.